മുഖ്യമന്ത്രിക്കെതിരായ ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ച അദ്ദേഹം ഔദ്യോഗികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ ഏജൻസികൾക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മഴ മുന്നറിയിപ്പ് കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നും കാലാവസ്ഥാ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഒരു ഓൺലൈൻ മീറ്റിംഗിലായിരുന്നു. മന്ത്രിമാരുടെയും അതുപോലെ ജില്ലാ കളക്ടർമാരുടെയും ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. പ്രളയ കെടുതി സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. കണ്ണൂർ ജില്ലയുടെ ചുമതലയുള്ളതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഇനി രണ്ടാളെ കൂടി പുഴയിൽ കാണാതായ രണ്ടാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിൻ്റെ തെരച്ചിൽ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ചെറുവഴിയിലും അതുപോലെ പേരാവൂര് തൊണ്ടിയിലും കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ. 13 വില്ലേജുകളാണ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 13 സ്ഥലത്ത് ക്യാമ്പുകൾ, ഒരു ക്യാമ്പ് അവസാനിപ്പിച്ചു. 13 സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. 609 പേരിപ്പോൾ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളുടെയും തകർച്ചയുണ്ട്. അതിപ്പം മരാമത്ത് വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളുടെ തകർച്ചയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, തകർന്ന വീടുകൾ കണക്കുകൂട്ടുന്നതിൽ ഉള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഞാൻ ഇന്നലെ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ, ആറളം, അയ്യങ്കുന്ന്, പായം പഞ്ചായത്തുകൾ സന്ദർശിച്ചപ്പോൾ വീടിൻ്റെ പുറകിൽ മണ്ണിടിഞ്ഞ് വീടിന് പറ്റുന്ന നാശനഷ്ടം, അത് വലിയ ഗുരുതരമായ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിൽ കരിക്കോട്ടക്കരിയിലും എടക്കാനത്തും ഒക്കെ വീട് തകർന്നതിന് സമാനമായിട്ടുള്ള വലിയ സംഭവങ്ങളുണ്ട്. അത്തരം വീടുകളുടെ നാശനഷ്ടങ്ങളെയും പൂർണ്ണ നാശനഷ്ടമായിട്ട് പരിഗണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലങ്ങൾ തകർന്നതിനുള്ള പുനഃസംവിധാനം എത്രയും വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെത്തേണ്ട രണ്ടാളുകൾ പുഴയിൽ കാണാതായത് അവർ മിസ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതിയുടെ കൂടി ചുമതലയുള്ളതുകൊണ്ട് അക്കാര്യത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലൊട്ടാകെ 4,80,614 കണക്ഷനുകളാണ് തയ്യാറായത്. മഴയുമായിട്ട് ബന്ധപ്പെട്ട് 4,80,614 കണക്ഷനുകളാണ് തയ്യാറായത്. അതിൽ 92% അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. 4,45,000 കണക്ഷനുകൾ, വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു. 35,118 കണക്ഷനുകൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. 2,892 ട്രാൻസ്ഫോമറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്, ചാർജ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. അതിൽ 2,600 ചാർജ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയാൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണി കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2,892 ട്രാൻസ്ഫോമറുകൾ, ഇനി 290 എണ്ണമാണ് ബാക്കി ചാർജ് ചെയ്യാൻ ബാക്കിയുള്ളത്. 1,872 പോസ്റ്റുകൾക്ക് നാശം വന്നിട്ടുണ്ട്. അതും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലും പിന്നീട് കണ്ണൂർ ജില്ലയിലുമാണ്. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം സർക്കിളിൻ്റെ കീഴിലാണ്. ശ്രീകണ്ഠപുരം സർക്കിളിൻ്റെ കീഴിൽ വരുമ്പോൾ പയ്യന്നൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചെറുപുഴ മുതലുള്ള പ്രദേശം, ഇരിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിലുള്ള ഈ മലയോര പ്രദേശത്താണ് കൂടുതലായിട്ട് വൈദ്യുതി തകരാറുകൾ സംഭവിച്ചത്, നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് പൂർണ്ണമായിട്ടും നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അണക്കെട്ടുകളിലെ ജലവൈദ്യ പദ്ധതികളിലെ അണക്കെട്ടുകളുടെ സ്റ്റോറേജ് ആവറേജ് 42.57% ഇപ്പോഴത്തെ ജലനിരപ്പ്. അതിലെടുത്തു പറയുന്ന ഇടുക്കിയിലിപ്പം 40% ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ കാലത്ത് 73%. ഇടുക്കിയിൽ ഇത്രയും മഴ പെയ്തിട്ടും 40% ഇപ്പോൾ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം 73%. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാവരുടെയും സഹകരണം, ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഇനിയും പ്രളയത്തിൻ്റെ കെടുതികൾ പൂർണ്ണമായിട്ടും തരണം ചെയ്യുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൂടുതലായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. റവന്യൂ വകുപ്പും മറ്റെല്ലാ വകുപ്പുകളും, വൈദ്യുതി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം വളരെ അലർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുടെ സേവനവും ലഭിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. എന്താണ് പറയാനുള്ളത്? വെറുതെ ഒരു വാക്കങ്ങ് ഉപയോഗിച്ചാൽ പോരല്ലോ. ഏകോപനം എന്ന് വെറുതെ അങ്ങ് പറയുന്നതിന് പകരം ഇപ്പം
എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞു, അപ്പോൾ വന്നിരിക്കുന്ന പ്രതിഭാസം ചിലത് അത് കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ പ്രശ്നമാണ്, ചിലത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്ന മഴയുണ്ട്. അതിലൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ മറുപടി പറയുന്നതാണ് ഇപ്പം ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. ഏകോപനം ഇല്ലെന്നുള്ളത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഫലപ്രദമായ ഏകോപനത്തിലൂടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്ര കണ്ട് പ്രതീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ മറുപടിയും പറഞ്ഞിട്ടുള്ളത്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞു, ഇടുക്കിയിൽ ഇപ്പം 40% വെള്ളമുള്ളതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അത് 73% ഈ സമയത്ത്. ആഗസ്റ്റ് ആദ്യം 73% ഉണ്ടായിരുന്നത് ഇപ്പം 40% ഉയർന്നു. 30% ആയിരുന്നു, 10% വെള്ളം കൂടിയിട്ടുണ്ട് ഇടുക്കിയിൽ. അത്രയും നമുക്ക് ആശ്വാസമാണ്. പിണറായി വിജയനായിരുന്നു ശരി എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ LDF നരേറ്റീവ് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത്. ഏകോപനമില്ലായ്മ വിമർശനങ്ങൾക്ക് കാരണം അതാണ്. ആ ചോദ്യമേ ഉദിക്കുന്നില്ല. ആരായിരുന്നു ശരിയെന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. 2018-ലെയും 19-ലെയും വെള്ളപ്പൊക്കത്തിൽ പ്രളയ തട്ടിപ്പ് നടത്തിയവരാണ് ശരിയെന്ന് പറയാൻ പറ്റും. അന്ന് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? അത് അവരുടെ രാഷ്ട്രീയ നീക്കമാണ്. അവരുടെ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കാൻ അവരുടെ സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിക്കുക. പോളിറ്റിയുടെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു, ആരാ ശരിയെന്ന്? ആ റിപ്പോർട്ട് വായിച്ചാൽ പിണറായി വിജയനും ഗോവിന്ദ മാഷും തെറ്റായിരുന്നുവെന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ പറയുന്നു. പിന്നെ അവരിങ്ങനെ ഈ കാര്യത്തിൻ്റെ പേരിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മുതലെടുക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെള്ളക്കെട്ടും വലിയ രീതിയിൽ കാലവർഷക്കെടുതി ഉണ്ടാകുന്ന സമയത്ത് സണ്ണി ജോസഫ് താങ്കൾ ഇപ്പോൾ മണ്ഡലത്തിലെല്ലാം ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ച് മണ്ഡലത്തിൽ സജീവമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. പക്ഷേ മുഖ്യമന്ത്രി ഒരു സ്വർണ്ണാഭരണശാലയുടെ ഉദ്ഘാടനത്തിനാണ് പോയത്. അതിനുശേഷം ഒരു വിരുന്നിൽ പങ്കെടുക്കാനാണ് പോയത്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളിൽ സംബന്ധിച്ചെന്ന് വരും. ഞാനും ഇന്നലെ ഇരിട്ടിയിലെ PV നാരായണൻ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവിൻ്റെ 10ാം ചരമവാർഷിക ആചരണത്തിൽ ഞാൻ പോയിരുന്നു. ചില പരിപാടികൾ ഞാൻ ഒഴിവാക്കി. അത് സാഹചര്യം അനുസരിച്ചാണ്. ചിലപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, ചിലപ്പോൾ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ, ഒരു വീട്ടിൽ കൂടലിന് പങ്കെടുക്കാൻ, ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കും. ചിലപ്പോൾ ദൂരെയുള്ള സ്ഥലത്താണ്. എനിക്ക് ഇന്നലെ തളിപ്പറമ്പിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെ വീടുകളെല്ലാം സന്ദർശിച്ചു. പ്രയാസമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഉച്ചഭക്ഷണം കഴിക്കുന്നതിനോ ഒരു തെറ്റുമില്ല. അതൊക്കെ തെറ്റായിട്ട് കാണുന്ന ദുഷ്ട മനസ്സിൻ്റെ ആ മാനസികാവസ്ഥയാണ് നമുക്ക് അപലപിക്കേണ്ട കാര്യം. അതിനോട് ചേർന്ന് ഹെലികോപ്റ്റർ യാത്ര അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഹെലികോപ്റ്റർ മേടിച്ചതല്ലേ വിവാദമായിരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. ഒരു അധിക ചെലവും വന്നിട്ടില്ല. ഹെലികോപ്റ്ററിന്റെ മാസത്തിൽ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും കൊടുക്കേണ്ട വാടകയുണ്ടല്ലോ. അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. യാതൊരു വ്യക്തിപര ആവശ്യങ്ങൾക്കും അല്ല പോയത്. എറണാകുളത്ത് നിശ്ചയിച്ച ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കാണ് പോയത്. അത് മുഖ്യമന്ത്രി വിശദീകരിക്കും. നിങ്ങളാരും ചോദിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. 2018-ലെ വെള്ളപ്പൊക്കം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന പത്രക്കാർ വേണമെങ്കിൽ ഒന്ന് പാലപ്പുഴ പോയി നോക്കണം. ആറളം ഫാമിലേക്കുള്ള പ്രവേശിക്കുന്ന പാലം, അതിനെ മെത്തി ഒഴുകിയിട്ട് അത്രയോ വേസ്റ്റാണ് ആ പാലത്തിൻ്റെ ഇപ്പോഴത്തെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പാലത്തിൽ അടിച്ചുകൂടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുഴകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനോ ഒഴുകുന്നതിനോ ഉള്ള സ്ഥലമില്ല.